ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കയറി കളിക്കുകയാണ്. 12 പേരെയാണ് കയറി ചെന്ന് ഇറാന്റെ IRGC വധിച്ചിരിക്കുന്നത്. എവിടെയുമല്ല, ഇറാഖിലുള്ള ഇർബിലിനോടടുത്ത കുർദിസ്ഥാൻ കുർദുകളുടെ മേഖലകളിലാണ് ഇത്തരം ഒരു നീക്കം IRGC നടത്തിയിരിക്കുന്നത്. ഇവിടെ അമേരിക്കയും ഇസ്രയേലും ഇറാനിലേക്ക് ഒരു കരയുദ്ധം നയിക്കാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും കുർദുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കരയുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് ഈ കുർദുകളുടെ ഇടയിലേക്ക് കയറി ചെന്ന് IRGC 12 പേരെ വധിച്ചിരിക്കുന്നത്. ഈ കുർദുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിനെയാണ് തെരഞ്ഞു പിടിച്ച് വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിലുള്ള ഇസ്രയേലിന്റെ മൊസാദ് ചാരന്മാരിലെ പ്രധാനപ്പെട്ട 2 പേരെ ഇന്ന് ഇറാൻ വധിച്ചിട്ടുണ്ട്. അവർ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ കേന്ദ്രങ്ങൾ ഫോട്ടോ എടുത്ത് ടെലഗ്രാം വഴി ഇസ്രയേലിന്റെ ചാര സംഘടനയിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അവരുടെ പതിവ്. അവരെയും ഇറാൻ കാച്ചിരിക്കുന്നു എന്നതിനപ്പുറം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാന്റെ IRGC 14 ഗ്രൗണ്ട് ഓപ്പറേഷനുകളാണ് ഇതിനിടയിൽ ഇറാഖിലുള്ള സുലൈമാനിയ അതുപോലെ ഇർബിൽ ഈ 2 സ്ഥലങ്ങളിലും നടത്തിയിരിക്കുന്നത്. അവിടെയുള്ള കുർദുകളുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. അവിടെ ശക്തമായ രൂപത്തിലുള്ള ആക്രമണം നടത്തുകയും അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ വധിക്കുകയും ചെയ്തതിലൂടെ ഇറാൻ വളരെ ശക്തമായി അവർക്കെതിരെയുള്ള ഏത് നീക്കങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഈ സുലൈമാനിയെയും അതുപോലെ ഇർബിൽ തുടങ്ങുന്ന കുർദുകളുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അവര് പലരെയും വധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനപ്പുറം വലിയൊരു അറ്റാക്കാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാൻ പറഞ്ഞത്, ഞങ്ങളുടെ ബോർഡർ കടക്കാൻ കുർദുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കരസൈന്യം ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉള്ളിലേക്ക് കിലോമീറ്ററുകളോളം കടന്ന് വലിയ ബഫർ സോണുകൾ ഉണ്ടാക്കുമെന്നാണ്. എന്തായാലും ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്ക ഇപ്പോൾ വലിയ പാടുപെടുകയാണ്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലൊരു സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.